രുദ്രൻ്റെ കൈ താനെ താഴ്ന്നു. തൻ്റെ അനിയൻ്റെ വാക്കുകളെ സത്യവും ധൈര്യവും അവനെ ഒന്ന് തളർത്തി. രുദ്രൻ ശ്യാമിൻ്റെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കി നിന്നു. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു വേദന പടർന്നു. നീ എന്നേക്കാളധികം അവളെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ ശ്യാമേ? സാരമില്ല, കാലം നിനക്ക് മറുപടി തരും. പക്ഷെ ഒന്ന് ഓർത്തോ, ഈ വീട്ടിൽ അവൾക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല. അവൾ വെറുമൊരു പകരക്കാരി മാത്രമാണ്. രുദ്രൻ തല വെട്ടിച്ച് അവിടെ നിന്നും നടന്നു നീങ്ങി. പ്രഭ ഇതെല്ലാം അകത്തുനിന്ന് നോക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മകനും രുദ്രനും തമ്മിൽ തെറ്റുന്നത് അവർക്ക് വലിയൊരു ആയുധമായി മാറി. ശ്യാം ഒരു ദീർഘ നിശ്വാസം വിട്ടു. അകത്തെ മുറിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മീരയെ ഓർത്തപ്പോൾ അവൻ്റെ ഉള്ളമൊന്ന് പിടഞ്ഞു. രുദ്രേട്ടൻ എന്നെങ്കിലും സത്യം തിരിച്ചറിയുമെന്ന് അവനും പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്ദ്രനീലം തറവാടിലെ പകയുടെ തീ അണയാൻ ഇനിയും ഒരുപാട് ബലികൾ ആവശ്യമായി വരുമെന്ന് അവനും തോന്നി. ഇന്ദ്രനീലം എന്ന തറവാടിൻ്റെ ഇരുമ്പുഗേറ്റ് അലക്ഷ്യമായി തള്ളി തുറന്നുകൊണ്ട് ആ കറുത്ത ആഡംബരക്കാർ മുറ്റത്തേക്ക് ഇരച്ചു കയറി. എഞ്ചിൻ്റെ ഗർജനം ആ പഴയ തറവാടിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചു. ടയറുകൾ മണ്ണിൽ ഉരസി നിന്നപ്പോൾ ഉയർന്ന പൊടിപടലങ്ങൾക്കിടയിലൂടെ ഒരു നീൽ രൂപം പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ നിന്ന് ജാനകി അമ്മയുടെ വിളി കേട്ടതും മീരയുടെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി. മോളെ മീരെ, ആരോ വന്നിട്ടുണ്ട്, ഒന്ന് നോക്കിയേ. അടുക്കളയിൽ നിന്നും ജാനകിയമ്മ വിളിച്ചു പറയുന്നത് കേട്ടതും മീര ഹാളിലേക്ക് നടന്നു. പടി കടന്നു വന്ന രൂപം കണ്ടതും അവളുടെ ശ്വാസം നിലച്ചുപോയി. ഗാംഭീര്യമുള്ള മുഖം, തീക്ഷ്ണമായ കണ്ണുകൾ, ആരെയും ഒന്ന് പേടിപ്പിക്കുന്ന പ്രൗഢി. അയാളുടെ ഓരോ ചലനവും അവൾ ഓർമ്മയിൽ രുദ്രൻ്റെ മുഖം തെളിയിച്ചു നിന്നു. ദേവവർമ്മ. അവൾ അറിയാതെ മന്ത്രിച്ചു പോയി. രുദ്രനും താനും തമ്മിലുള്ള അവിചാരിതമായ വിവാഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് അറിയുമായിരിക്കും. എങ്ങനെയൊക്കെയായിരിക്കും അദ്ദേഹം ഇതിനെ കാണുന്നത്? ഒട്ടനവധി ചോദ്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് വരിഞ്ഞു മുറുക്കിയിരുന്നു ആ നിമിഷം തന്നെ. അടുക്കളയിൽ നിന്നും തോളത്തിട്ടിരുന്ന സാരിത്തുമ്പ് കൈകൊണ്ട് തുടച്ചുകൊണ്ട് ജാനകിയമ്മ പുറത്തേക്ക് വന്നു. ആ, ദേവേട്ടനായിരുന്നു ഇത്. ജാനകിയമ്മയുടെ വാക്കുകൾ ഒരു സന്തോഷമുണ്ടായിരുന്നു. മീരവിടെ ഭിത്തിയിൽ ചാരി പേടിയോടെ ഒതുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ജാനകിയമ്മ അവളെ കൈ കൊട്ടിക്കൊണ്ട് വിളിച്ചു. മോൾ ഇങ്ങ് വാ, ഭയപ്പെടാനൊന്നുമില്ല. ഇതാണ് ദേവേട്ട, നമ്മുടെ ചിത്തുവിൻ്റെ പെണ്ണ് മീര. അത് കേട്ടതും ദേവവർമ്മ നോട്ടം മീരയിലേക്ക് നീണ്ടു. ആ നോട്ടം അവളുടെ ആത്മവിശ്വാസം ചില്ലുപാത്രം പോലെ ഉടച്ചു കളഞ്ഞു. കൈകാലുകൾ വിറക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അയാളുടെ കണ്ണുകളിൽ എന്തോ ഒരു അജ്ഞാത ഭാഷയുണ്ട്. എന്നെ മോൾ കണ്ടിട്ടില്ലേ ഇതുവരെ? ദേവൻ വർമ്മയുടെ ശബ്ദം കനമുള്ളതായിരുന്നു. ആ ചോദ്യം കേട്ടതും മീര പതുക്കെ തല ഉയർത്തി അയാളെ നോക്കി. പേടിയാൽ തൊണ്ട വരണ്ടു പോയെങ്കിലും അവൾ മെല്ലെ മറുപടി പറഞ്ഞു. ഇവിടുത്തെ ദേവൻ സാറല്ലേ? എന്നാ മോൾ ചെല്ല, അച്ഛനൊരു ജ്യൂസ് എടുത്തേ. ജാനകിയമ്മയുടെ വാക്കുകൾ മീരയാകെ അലട്ടിക്കൊണ്ടിരുന്ന പേടിയിൽ നിന്ന് മോചിപ്പിച്ചു. അഗ്നി സ്വഭാവം കലർന്ന ആ നിർദ്ദേശം കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. വേഗം അടുക്കളയിലേക്ക് നടന്നു. അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ദേവർമ്മ ജാനകിയുടെ അടുത്തേക്കടുത്തു. അയാളുടെ കണ്ണുകളിൽ സംശയവും നിഷ്കളങ്കമായ ഒരു പിതൃസ്നേഹവും ഒരേ സമയം മിന്നിമറിഞ്ഞിരുന്നു. നല്ല തുമ്പ പോലൊരു പെൺകുട്ടി അല്ലേടി, കാണാനും നല്ല സുന്ദരി. ജാനകി, ഇവളെങ്ങനെ നമ്മുടെ മോൻ്റെ കൂടെ കഴിയുക? ഇത്രയും പാവപ്പെട്ട പെൺകുട്ടി രുദ്രന് ചേരുമോ? അതോ അവളോടും കൂടി ആ പയ്യൻ തൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നുണ്ടോ ഇപ്പോഴും? ആ ചോദ്യത്തിന് മറുപടി പറയാതെ ജാനകിയമ്മ ഒന്ന് നെടുവീർപ്പിട്ടു. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പിതാവിൻ്റെ ആശങ്കയും ആ വീടിൻ്റെ ചുമരുകളിൽ തങ്ങി നിന്നു. രുദ്രൻ്റെ കർക്കശമായ സ്വഭാവത്തെക്കുറിച്ചുള്ള ഭയവും ആ വാക്കുകളിലുണ്ടായിരുന്നു. മീര തൻ്റെ നീളമുള്ള ഇടതൂർന്ന മുടി ഒന്നായി ഒതുക്കി ഉയർത്തിക്കെട്ടി. ആ കനത്ത മുടി ഭംഗിയായി കെട്ടിവെക്കുക എന്നത് അവൾക്കൊരു വലിയ പണി തന്നെയാണ്. അതൊന്ന് ഒതുക്കി കെട്ടിയപ്പോഴേക്കും അവൾ കിതച്ചിരുന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം രുദ്രൻ്റെ മുറിയിലേക്ക് ഉറപ്പുവരുത്തി അവൾ വേഗത്തിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു. രുദ്രൻ പെട്ടെന്ന് തിരികെ വരുമോ എന്ന ഭയത്തോടെ അവൻ്റെ വാർഡ്രോബിന് മുന്നിൽ ചെന്നു നിന്നു. കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. വാർഡ്രോബ് തുറക്കാൻ അവൾ ശ്രമിക്കവേ പിന്നിൽ നിന്നും ഒരു ഗർജനം പോലെ ശബ്ദം കേട്ടു. എന്താടി നിനക്കിവിടെ? എന്തേ നീ എൻ്റെ റൂമിൽ? ആ ചോദ്യം കേട്ടതും മീര ഞെട്ടിപ്പോയി. പതിയെ തിരിഞ്ഞു നോക്കി അവൾ കത്തുന്ന കണ്ണുമായി നിൽക്കുന്ന രുദ്രനെ കണ്ട് ഭയന്നു വിറച്ചു. എന്താണ് പറയേണ്ടതെന്നറിയാതെ അവൾ മൗനം പാലിച്ചു. അവളുടെ നിശബ്ദത അവൻ്റെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. രുദ്രൻ വേഗത്തിൽ വന്ന് അവളുടെ കൈത്തണ്ടിൽ മുറുകെ പിടിച്ചു. നിന്നോട് ചോദിച്ചതല്ലടി ഞാൻ, എന്താ എൻ്റെ റൂമിലെന്ന്. അപ്പോൾ മീര മറുപടി പറയാനില്ലാതെ അവനെ തന്നെ നോക്കി നിന്നു. ഒടുവിൽ വിറയലോടെ അവൾ പറഞ്ഞു, എൻ്റെ ഡ്രസ്സുകൾ ഇതിനുള്ളിലാണെന്ന് അമ്മ പറഞ്ഞു.
ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന്, രുദ്രൻ അവളോടായി ആക്രോശിച്ചു. ഞാൻ എടുത്തു തരാം. ഇന്നലെ നീ താമസിച്ച ആ റൂമിൽ തന്നെ ഒതുങ്ങി നിന്നോണം നീ. മേലാൽ എൻ്റെ റൂമിലേക്ക് കാലെടുത്ത് വെച്ചാൽ ഇതിലപ്പുറം അനുഭവിക്കും, കേട്ടോടി നീ. അവൻ ഒന്നുകൂടി ശ്വാസം വിട്ടുകൊണ്ട് ആജ്ഞാപിച്ചു. പിന്നെ അമ്മ നിന്നോട് പറഞ്ഞതല്ലേ അച്ഛന് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ, അത് പോയി ചെയ്യ്. ഒരക്ഷരം മിണ്ടാതെ ധൈര്യമില്ലാതെ മീര ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. അടുക്കളയിൽ ശാന്തേച്ചി പ്രഭാത ഭക്ഷണത്തിനുള്ള തിരക്കിലായിരുന്നു. അങ്ങോട്ട് പതുങ്ങിച്ചെന്ന മീരയെ കണ്ട് ശാന്തേച്ചി ചോദിച്ചു, മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനെല്ലാം ചെയ്തോളാം. അത് സാരമില്ല എന്ന മട്ടിൽ അച്ഛനുള്ള ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. തൊലി കളഞ്ഞ് മിക്സിയിലടിച്ചു. തണുത്ത വെള്ളം ചേർത്തും അവൾ അതൊരു ഗ്ലാസ്സിലേക്ക് പകർന്നു. അപ്പോഴാണ് പ്രഭ കിച്ചണിലേക്ക് വാതിൽക്കൽ വന്ന് മീരയെ അവജ്ഞയോടെ നോക്കിയത്. ദേവേട്ടനുള്ള ജ്യൂസ് ഉണ്ടാക്കിയോ നീ? പ്രഭയുടെ ചോദ്യം ആജ്ഞാസ്വരത്തിലായിരുന്നു. ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് മീര പറഞ്ഞതും പ്രഭ പരിഹാസത്തോടെ പറഞ്ഞു, ജ്യൂസ് അവിടെ വെച്ച് നോക്കി നിൽക്കുകയാണോ നീ? വേഗം കൊണ്ടുപോയി കൊടുക്കടി. പിന്നെ ശ്യാമിനുള്ള ബ്രേക്ക്ഫാസ്റ്റും ചായയും കൂടി കൊണ്ടുപോയി വെക്ക്. അതെങ്കിലും ചെയ്യാൻ നിനക്കറിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പ്രഭയുടെ വാക്കുകൾ ഒരു തീക്കനൽ പോലെ അവളെ പൊള്ളിച്ചു. മീര ഒന്നും മിണ്ടാതെ ജ്യൂസുമായി പുറത്തേക്ക് നടന്നു. അപ്പോഴും പ്രഭ പിന്നിൽ നിന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും കെട്ടിലമ്മയായി ചമഞ്ഞിരിക്കാമെന്നാണ് അവളുടെ വിചാരം. അപ്പോഴാണ് മുറ്റത്തേക്കിറങ്ങിയ മീരയുടെ മുന്നിലേക്ക് രുദ്രൻ തൻ്റെ കയ്യിലുള്ള ഒരു കവർ ദേഷ്യത്തോടെ കൊണ്ടിട്ടത്. ഇതാ നിന്റെ ഡ്രസ്സെല്ലാം ഇതിലുണ്ട് എന്നും പറഞ്ഞ് ഒന്നും പറയാതെ അവൻ വേഗത്തിൽ നടന്നു നീങ്ങി. അതേസമയം വീട്ടുമുറ്റത്ത് ദേവൻ രുദ്രനോട് സംസാരിച്ചിരിക്കുക. എങ്ങോട്ടാ രുദ്ര ഇത്ര രാവിലെ തന്നെ നീ? അച്ഛ, ഞാനൊന്ന് കവല വരെ പോയിട്ട് വരാം. അവിടെ കുറച്ച് പണിക്കാരെ കാണാനുണ്ട്. തെക്കേയറ്റത്തെ വയലിൽ വെള്ളരിയും പയറുമൊക്കെ നടാനുമുണ്ട്. പിന്നെ വാഴക്കൊക്കെ തടമിടാനുമുണ്ട്. അതൊന്ന് നോക്കിയിട്ട് വരാം. രുദ്രൻ പറഞ്ഞത് കേട്ട് ദേവൻ തലയാട്ടി. നീ കമ്പനിയിലേക്ക് പോകുന്നില്ലേ? ഉവ്വച്ച. എങ്കിൽ എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രുദ്രൻ ഭക്ഷണ മേശയിലേക്ക് വന്നിരുന്നു. മീര നിശബ്ദമായി രുദ്രൻ്റെ പ്ലേറ്റിലേക്ക് 2 ചപ്പാത്തികൾ എടുത്തു വെച്ചു. മതി. രുദ്രൻ്റെ മറുപടി അതിവേഗത്തിലായിരുന്നു. അവൾ അടുത്ത പ്ലേറ്റിലേക്ക് തിരിഞ്ഞു. ശ്യാമിന് 2 ചപ്പാത്തി കൂടി വിളമ്പി നൽകി. അവൾ പെരുമാറുന്നതിലെ പതർച്ചയും ജാഗ്രതയും ശ്രദ്ധിച്ചിരുന്നു. മതി ഏട്ടത്തി, ഇത് തന്നെ ധാരാളം. ഏട്ടത്തി കഴിക്കുന്നില്ലേ? ശ്യാം സ്നേഹത്തോടെ ചോദിച്ചു. ഞാൻ കഴിച്ചോളാം ശ്യാമേട്ട. മീര പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു, മുഖം കുനിച്ചുകൊണ്ട് തന്നെ. അടുക്കളയുടെ ചുവരിൽ ഘടിപ്പിച്ച ക്ലോക്കിലെ സെക്കൻഡ് സൂചി മാത്രം ശബ്ദമുണ്ടാക്കി. ആ സമയം ദേവച്ചൻ ജ്യൂസ് ഗ്ലാസ് കാലിയാക്കി ഒരു നീണ്ട ശ്വാസത്തോടെ അത് താഴെ വെച്ചു. നമ്മൾ കണക്ക് കൂട്ടിയതിനേക്കാൾ വലിയൊരു നഷ്ടമാണ് കഴിഞ്ഞ കോർട്ടിൽ സംഭവിച്ചത്. ആ പ്രോജക്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് നിനക്ക് കൃത്യമായ പ്ലാനുണ്ടോ? രുദ്രൻ ഗൗരവത്തോടെ ശ്യാമിനോട് ചോദിച്ചു. ദേവച്ചൻ അതിന് മറുപടിയും നൽകി. രുദ്ര, ആടിൽ പാളിയിട്ടില്ല. അതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് നമുക്കറിയാം. പക്ഷേ അതിനേക്കാൾ വലിയൊരു കെണി അവൻ നമുക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് അവരുടെ ചർച്ചകൾ മുറുകുമ്പോൾ രുദ്രൻ്റെ ശ്രദ്ധ അറിയാതെ മീരയിലേക്ക് പാളിപ്പോയി. ഓരോ തവണ അവൾ കുനിഞ്ഞ് ജോലി ചെയ്യുമ്പോഴും അവളുടെ അരിയിൽ തിരികെ ധാവണിത്തുമ്പ് അലസമായി ഇളകി. വസ്ത്രത്തിനിടയിലൂടെ തെളിഞ്ഞു കാണുന്ന അവളുടെ ആലില വയറിലെ ആ നേർത്ത മടക്കുകൾ അവനൊരു നിമിഷം അസ്വസ്ഥതയുണ്ടാക്കി. അവൻ പെട്ടെന്ന് തന്നെ തല കുടഞ്ഞു ആ ചിന്തകളെ ആട്ടിയോടിച്ചു. ആ നിമിഷമാണ് ഹിരണിയുടെ ഓർമ്മകൾ അവനിലേക്ക് വീണ്ടും ഇരച്ചെത്തിയത്. തന്നോട് കള്ളം പറഞ്ഞ് തന്നെ ചതിച്ച ഹിരണി. ആ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ തന്നെ രുദ്രൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അസ്വസ്ഥതയോടെ അവൻ ഭക്ഷണം പാതിവഴിയിൽ നിർത്തി. ദേഷ്യവും പകയും ഒരുപോലെ ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൻ വേഗത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു.